Hey guys, welcome back. Guys, good morning. Welcome to a പുതിയൊരു വ്ളോഗ്, പുതിയൊരു വീഡിയോ. ഗൈസ്, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു മലയാളം പക്കത്താണ്. കുന്നംകുളം എന്ന സ്ഥലത്ത് ഗുഡ്ഷപ്പേട് എന്നൊരു പള്ളിയിൽ. ഗൈസ്, രാവിലെ പള്ളിയിൽ പോണതിൻ്റെ ഒരു ഫീൽ ഉണ്ട് ഗൈസ്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇന്നപ്പം ഇതേ പള്ളിക്ക് ഒന്ന് വന്ന് ഗൈസ്, കുറച്ചാളായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ പനിയും ജലദോഷമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. കണ്ടോ, കൊള്ളായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. ഇന്നാണിത് മാറി വരണുള്ളൂ. എന്നാലും രാവിലെ ഞാൻ ഗൈസ് പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആൽഫ്രഡ്. ഞാൻ ഇവൻ്റെ ഒപ്പം വന്ന രാവിലെ ഞാനിവിടെ പറഞ്ഞു, എടാ തൊണ്ടവേദന. പക്ഷെ അവൻ അത് കേട്ടില്ല. പറപ്പിച്ച് വന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ ചുമച്ച് അല്ലടാ, അതെ, ചുമച്ചിരിക്കുകയായിരുന്നു. അന്നേരം കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുത്തെ പള്ളിയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗൈസ്, ഇതാണ് കുന്നംകുളം ഗുഡ്ഷപ്പേട് പള്ളി. ഗൈസ്, നിങ്ങൾ കുർബാനയ്ക്കൊക്കെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വരിക. പെട്ടെന്ന് തീരും, പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് പോവാം. എല്ലാവരും ബാക്കിയുള്ള കുറേ ഇടവകളിൽ നിന്ന് ഇവിടെ വരുന്നവരുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അറിയണവരുണ്ട് അവിടെ. അപ്പോൾ അതാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഒരു 3 തൊട്ട് 4, 5, 6, 7 ഒക്കെ പഠിച്ചൊരു സ്കൂളാണ് ദിസ് വൺ ഗുഡ്ഷപ്പേഡ് CMI സ്കൂൾ. ഞാൻ ഉള്ള ടൈമിൽ ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോഴാണ് പൊങ്ങി. നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാം. ഗൈസ്, ഇതാണ് ആ സ്കൂൾ. ഞാൻ പഠിക്കുന്ന ടൈമിൽ ഇത്ര ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സൈഡ് ഞാൻ പറയില്ല, അവിടെ കാണിച്ച സൈഡൊക്കെ ബിൽഡിങ് പൊന്തി വരുന്നുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇപ്പോൾ സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, ഈ എന്താ പറയുക, ആനുവലിലേക്കൊക്കെ വരാറുണ്ട്. ഇതായിരുന്നു, ഇവിടെയാണ് ഗ്രൗണ്ട്. ഞങ്ങളുടെ പി ടി പീരീഡ് കളിച്ചതൊക്കെ ഇവിടെയായിരുന്നു. അതിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ബാസ്കറ്റ് ഒന്ന് പെയിൻ്റ് അടിക്കും, കോർട്ട് പെയിൻ്റ് അടിക്കും. നമ്മൾ പിന്നെ ഫുട്ബോൾ അവിടെ പോസ്റ്റ് വെച്ച് കളിക്കും. അങ്ങനെയായിരുന്നു. എനിക്കിവിടെ വരുമ്പോഴുള്ള ആ ഒരു നൊസ്റ്റാൾജിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. എനിക്ക് എപ്പോഴായാലും ഇവിടെ വരുമ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ്, ദോസ് വർ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഒന്നും അറിയണ്ടായിരുന്നല്ലോ. അതെ, ഒന്നും അറിയണ്ടായിരുന്നു. എന്ത് സുഖമായിരുന്നു. ഞാൻ ഈ സ്കൂൾ തുടങ്ങിയ ടൈമിൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഉൾപ്പെടെ. അതെ, ഞാൻ ഈ ITIയുടെ ബിൽഡിങ്ങിലായിരുന്നു ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പണി കഴിയണുണ്ടായിരുന്നുള്ളൂ. 3ാം ക്ലാസ് തൊട്ടിട്ടാണ് ഇവിടെ, 3ാം ക്ലാസ്സിലൂടെ ചേർന്നത്. അപ്പൊ ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. ഫസ്റ്റ് ഒരു മിസ് ഉണ്ട്. ഇവിടെ വരുന്ന മിക്ക മിസ്സുമാരും ഫസ്റ്റ് ബാച്ച് എന്താ വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, 2 ക്ലാസ് ടീച്ചറായിരുന്നു ഞങ്ങൾക്ക്. അനോക മിസ്സും രാഖി മിസ്സും 1ാം ക്ലാസ്സിൽ. അതൊക്കെ ഒരു ലൈഫായിരുന്നു മച്ചാനെ. ഒന്നും അറിയണ്ട, സുഖ ജീവിതം. പക്ഷെ അപ്പൊ നമ്മൾ ആലോചിക്കും, ഒന്ന് വലുതായാൽ മതിയായിരുന്നു. അതെ, വലുതായ മതിയായിരുന്നു. ഇപ്പൊ പോയിട്ട് ചെറുതായ മതിയായിരുന്നു. ഇപ്പൊ പിന്നെ അതൊക്കെ ഒരു കാലം. അതാ പറഞ്ഞേ ഗൈസ്, നിങ്ങളും നിങ്ങളുടെ എന്താ പറയാ ചൈൽഡ്ഹുഡിൽ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളിലൊക്കെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കുക. നീ എവിടെ പഠിച്ച? ഞാൻ പായൂരും പതിനിയും 2 ഗൈസ്. അപ്പോൾ ഇതോടുകൂടി പറഞ്ഞത് ഇവിടുന്ന് നമ്മൾ മെല്ലെ ചലിക്കാൻ പോവാണ്. രാവിലത്തെ കുറച്ച് പരിപാടി ഗൈസ്. അപ്പൊ ഇനി അതായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിതേ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വന്നേക്കാണ് ഗൈസ്. നിങ്ങൾ കുന്നംകുളത്തുള്ളവർ എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ കുന്നംകുളം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചായക്കട ഒരിക്കലും മിസ്സാക്കരുത്. നേരെ ഈ കല്യാണിന്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ചായക്കട ഉണ്ട് ഗൈസ്. ഇവിടുത്തെ മസാല ബോണ്ട അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ വെച്ച് നോക്കിയേ. അതെ അതെ, നല്ല മൊരിഞ്ഞൊരു സാധനം. ഇങ്ങനെ മുക്കുക സൂപ്പർ സാധനമാണ്. നിങ്ങളെപ്പോഴും കുന്നോളം വരുന്നവരാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്തിരിക്കണം. ഈ കട 24 hours ഇവിടെ ഉള്ളതാണ്. വീട്ടിലെത്തി ഇടയ്ക്ക് ഇതുപോലെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, നമുക്ക് നൈറ്റ് പോയാലോ? നൈറ്റ് കുർബാന ഇല്ല കേട്ടോ. നൈറ്റ് കുർബാന വേണ്ട, നൈറ്റ് നമുക്ക് പുത്തമ്പള്ളി കാണാൻ പോവാ. പുത്തമ്പള്ളി നോട്ടെ ഗൈസ്, ഇന്ന് പുത്തമ്പള്ളി പെരുന്നാൾ. അപ്പൊ അതിന് പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നോട്ടെ, ഫ്രീ ആണെ ഇറങ്ങാം. ഞാൻ പറഞ്ഞത് കുച്ചപ്പേടിക്ക് ഇടയ്ക്ക് പോവാന്ന് പറയാം. രാവിലെ ഓഫാക്ക്, രാവിലത്തെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് അത് പോവാം. അപ്പൊ ഓക്കെ, പാക്കലാം. ശരി, ഓക്കെ അപ്പൊ അവൻ പോയി, ഞാൻ വീട്ടിലേക്ക് പോകണു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, രാവിലെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അതൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, നമ്മളത് ഒന്നുകൂടി ഒന്ന് പുറത്തിറങ്ങിയൊക്കെയാണ്. കുറച്ച് ഷോപ്പിംഗ് ഗായ്സ്.
ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്. അത് കുന്നത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഒരു മാളായിരുന്നു, കുറേ കടകളുണ്ടായിരുന്നു, ഗെയിംസ് ജിം വഴി. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ജിമ്മുണ്ട്, പക്ഷേ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് മറ്റേ പിച്ചയൊക്കെ കളിക്കാൻ പറ്റാം. പക്ഷെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കുറഞ്ഞു. തിയേറ്റർ ഉണ്ട് കേട്ടോ. പക്ഷേ ഗൈസ്, നമ്മൾ എന്തിനോട് വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോട്ടീൻ, കലോറി, കാർബ്സ് അതൊക്കെ വാങ്ങാൻ. ഇപ്പം നോമ്പായതുകൊണ്ട്, നോമ്പായ സ്ഥിതിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് അതൊന്നും കിട്ടില്ലല്ലോ. ഇങ്ങനെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വാങ്ങണം എന്നാണ് ഒരു ആഗ്രഹം. ഇതാണ് ഇവിടുത്തെ ബീഫ്. അത്യാവശ്യം ഉണ്ട്. ഞാൻ ഒരു കഴിഞ്ഞുണ്ടാവുമെന്ന് സംഭവം. ഈ ടൈം ആകുമ്പോഴേക്കും ഇവിടെ തീരാറുണ്ട്. ഗൈസ്, ബീഫ് കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. പുത്തമ്പള്ളിയിലെ മെയിൻ പരിപാടി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ കണ്ടോളൂ. ആന വരുന്നുണ്ട്. ആന നമ്മുടെ നേർക്ക് വരുന്നുണ്ട്. ഇതാണ്. അയ്യോ, ഇത് നമ്മളെ നേരെയാണല്ലോ. ഞാൻ ചക്രം കൊടുക്കാൻ പറ, ബ്രേക്ക് പിടിക്കാൻ പറ. അയ്യോ, പ്രശ്ന പരിപാടി. അടിപൊളി. കണ്ണൊക്കെ കത്തുക. വേറെ എവിടെയെങ്കിലും കാണാൻ കിട്ടിയത് തൃശ്ശൂര് മാത്രം. അതെ, തൃശ്ശൂര് മാത്രം. അതൊരു ഈ ഒരു സംഭവം കാണണമെങ്കിൽ തൃശ്ശൂരിന്റെ സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും വിഷ്വൽസ് ഫോം ലഭിച്ചതിന് ശേഷം തിരിച്ചു നൽകാത്തവരും പ്രസ്തുത ഫോം പൂരിപ്പിച്ച് യെല്ലോമാർക്കോ വില്ലേജ് ഓഫീസർമാർക്കോ കഴിഞ്ഞൂടാ. പരിപാടി വിടിയാ. ആവശ്യത് അവിടെ കേസ് Should now be at the left speaker.
സ്പീക്കറിലാണ് സൗണ്ട് ടെസ്റ്റിംഗ് നമ്മുടെ സൈഡിൽ പോയി കേൾക്കാം സെൻട്രൽ ഡോൾബി അറ്റ്മോസ്ഫിയർ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇത് വീഡിയോ തൊണ്ടയ്ക്ക് ചെറിയൊരു തൊണ്ടവേനായിട്ട് ഈ ഒരു വ്ളോഗിൽ ഞാൻ എന്റെ അധികം സംസാരം കേട്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഞാൻ വീഡിയോസ് ഇടാനായിരുന്നു കൂടുതൽ നോക്കണം. അത് വെണ്ടി വെച്ചേക്കണം. ഞാൻ കുറെ നേരം കേട്ടിടാൻ നോക്കണം. ശരിക്കും തമാശ പിന്നെ പെൺകുട്ടികള് ഗോഡിനാക്ക് ആദ്യം ഒന്ന് പറഞ്ഞേ വ്ളോഗില് ഇല്ല അങ്ങനെ വേണം. അങ്ങനെ ആവാൻ പാടുണ്ട. പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ്. തന്നെ വേണ്ട അതന്നെ വേണ്ട. ഞാൻ കെട്ടിപ്പിടിച്ചില്ല. ഇവിടെ എന്റെ ബാക്കിൽ നിൽക്കണ്ടായിരുന്നു. ഇല്ലടാ പ്രൊട്ടക്ട് ചെയ്തല്ലേ. ഞാനിങ്ങനെ പൊതിച്ച് നോക്കണ്ട്. അപ്പൊ ഇവള് ബാക്കിൽ നോക്കുമ്പോൾ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. ഞാൻ നിന്നെ ഒന്ന് ഇങ്ങനെ ആക്കി. അതിന്റെ ഇടയിലാണ് അവള് കയറി നിന്നത്. നിന്റെ ബാക്കിലാണ് നിക്കണ്ടായിരുന്നെ. ഇവന്റെ ബാക്കിൽ നിൽക്കണ്ടായിരുന്നു. എന്റെ ബാക്കില്ല ഫസ്റ്റ് ബാക്കിലായിരുന്നു. നല്ല പെരുന്നാളായിട്ട് നല്ല വിശന്നിരിക്കുമ്പോ അതുപോലെ നല്ലൊരു മന്തി മയോണൈസ് ഒഴിച്ച് ചിക്കൻ ലെമൺ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സലാഡ് മയോണൈസ് വെള്ളം അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നല്ല വിശന്നിരിക്കുമ്പോ നാവി പറഞ്ഞൊരു മന്തിയുടെ പീസ് കയ്യിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മന്തിയുടെ അല്ലെ ഈ ചിക്കൻ പീസിന്റെ അതിലേക്ക് നേരെ മയോണൈസിലേക്ക് നേരെ ഒഴിക്കുക. അല്ല മയോണൈസിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് വേറെ എന്തൊക്കെ അടിച്ചാല് വലിച്ചാല് ഞാൻ വലിച്ചില്ല. എന്നാലും ഇതിന് കിട്ടുന്ന ഒരു സുഖം വേറെയാ. അതെ ശരിയാ. പക്ഷെ അത്ര പ്രശ്നമുള്ളൂ. കുറച്ചൊക്കെ സഹിക്കാം. ഹായ് ഗൈസ്, വെരി നൈസ് ഫുഡ്. ഇഷ്ടപ്പെട്ടു. ലെമൺ ടീ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു. ആ തരും. നമുക്ക് വേണ്ട ഇടക്കാണ്ട് തന്നാ മതി. ഇതിൽ ഇവിടെ തന്നെ കിട്ടുന്നതൊക്കെ ഇതിന്റെ റെസിപ്പി നമ്മളവിടെ നിന്ന് കിട്ടുമ്പോ ഒരു സാധനം ഉണ്ട്. മാവേലത്തെ ലൊട്ടർ സാധനം. ഇതും ഈ വർഷത്തെ അല്ലെങ്കിൽ നാളെ നോമ്പായി. അതിന് മുമ്പത്തെ ഒരു പിന്നെ നമ്മളിന്ന് വാങ്ങിയിട്ട് കുറച്ച് അതോടെ കഴിച്ച് ഇന്നത്തെ തീർക്കണം. വളരെ നീ നോമ്പെടുക്കുന്നുണ്ട്. എന്തേ സത്യക്രിസ്ത്യാനി എടുക്കല്ലേ നോമ്പെടുക്കണതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? നിർബന്ധിച്ചെടുക്കണ്ട, സ്വയം തോന്നണം. അത് എന്ത് കാര്യത്തിനായാലും. ഗൈസ്, നമ്മളങ്ങനെ പുത്തമ്പള്ളി പെരുന്നാളെല്ലാം കഴിഞ്ഞത് വീട്ടിലെത്തി. മന്തി കഴിച്ചത് ഞങ്ങൾ വളരെ വലിയൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം കുറേ ദൂരം ഓടിച്ചു വന്നു അല്ലേ. നല്ല തണുത്ത അന്തരീക്ഷം,
ആ ഒരു ഡിസംബർ മൂഡായി, വിൻ്റർ ബൈ. സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമൻറ്റിൽ പറ. വീട്ടിലിപ്പോ എല്ലാവരും എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞങ്ങളത് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പുറത്താരെ പഠിക്കട്ടെ. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.